فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രവചനമാണ് തുടക്കത്തിൽ തന്നെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കുവാനുള്ളത്. അവിടുന്ന് പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ആ കാലത്ത് ജീവിക്കുന്ന ആളുകളിൽ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന, ക്ഷമയോടുകൂടെ ജീവിക്കുന്ന ആളുകളുടെ അനുഭവം എപ്രകാരമായിരിക്കും? കൽ ഖാബിദി അലൽ ജംരി, തീക്കനൽ കയ്യിൽ പിടിക്കുന്നവനെ പോലെയായിരിക്കും. തീക്കട്ട കയ്യിൽ പിടിക്കുമ്പോൾ എത്രമാത്രം വിഷമത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ, കടുത്ത പരീക്ഷണമാണത്. അതേപോലെയുള്ള ഒരവസ്ഥയോടെ അല്ലാതെ ഒരു കാലഘട്ടം വരുമ്പോൾ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ളത്. അതിവിടെ പുലരുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഫിത്നകൾ അത്രത്തോളം വ്യാപകമാവുകയാണ്. ഇവിടെ നന്മകൾക്ക് വിലയില്ല എന്ന് മാത്രമല്ല, നന്മകളൊക്കെ സമൂഹം അതിനെ കാണുന്നത് തിന്മകളായിട്ടാണ്. തിന്മകളാവട്ടെ അതിന് നന്മകളുടെ പരിവേഷമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്ന ആളുകൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്, പ്രയാസപ്പെടുത്തപ്പെടുകയാണ്. അസത്യത്തിന്റെ ആളുകളായ അസത്യവാദികൾ ഇവിടെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയും നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. ഇത്രയും പ്രയാസങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് മറ്റു കാലഘട്ടങ്ങളിലെ ആളുകളെക്കാൾ ഇവരുടെ പ്രതിഫലം അള്ളാഹു ഇരട്ടികളായി നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു ഹദീസിൽ കാണാം. ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 റജുലൻ യഅമലൂന മിസ്ല അമലികും. അത്തരം ഫിത്നകൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലത്ത്
ദീനനുസരിച്ച് ജീവിക്കുന്ന ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ റസൂല് പറയാണ്, സ്വഹാബത്തിനോട് പറയാണ്, അജ്റു 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. നിങ്ങളെപ്പോലെയുള്ള 50 ആളുകൾ ചെയ്യുന്നതിന്റെ കൂലിയായിരിക്കും അന്ന് ഒരാൾക്ക് അവരുടെ പ്രതിഫലമായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുക എന്നാണ് അവിടെ പറയുന്നത്. അഥവാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഗൗരവത്തോടുകൂടെ പറയുന്നത്, ദീനനുസരിച്ച് ജീവിക്കാൻ വളരെ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അതല്ലാത്ത പ്രയാസമില്ലാത്ത കാലഘട്ടത്തിലെ ആളുകളെക്കാൾ 50 ഇരട്ടി പ്രതിഫലമാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പൊ എത്രത്തോളം പ്രയാസമുണ്ടാകും ഒരു കാലത്ത് ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് എന്ന് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ എന്ന് കരുതി വിശ്വാസികൾ ആരുടെയെങ്കിലും ഭീഷണികൾക്ക് നടുവിലോ ആരുടെയെങ്കിലും പ്രകോപനങ്ങൾക്ക് മുമ്പിലോ പതറിപ്പോകാതെ അവർ ധീരമായി തന്നെ അവരുടെ നന്മകളുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം അവർ തവക്കുലാക്കിയിട്ടുള്ളത് ഈ ലോകത്തെ ഏതെങ്കിലും ഭരണാധികാരിയിലോ മന്ത്രിയിലോ അതല്ലെങ്കിൽ അധികാര പദവിക്കാരെയോ അല്ല. അവർ തവക്കുലാക്കുന്നത് അല്ലാഹുവിനെയാണ്. അവരവരുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന ദിക്റുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറുമില്ല എന്നാണ് അവർ ദിക്റുകളായി അവരുടെ മനസ്സുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അള്ളയുണ്ട്, അള്ള മതി, ഞങ്ങളുടെ ഏത് കാര്യവും ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ല വക്കീലാണ് എന്നാണ് അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ മേൽ സർവവും വരവേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അവർ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വ ഇലൈക്കൽ മുസ്തകാ വ അൻതൽ മുസ്തആൻ വ ബികൽ മുസ്തഗാസ്. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും. വ ഇലൈക്കൽ മുസ്തകാ, നിന്നോടാണ് ഞങ്ങൾക്ക് പരാതിപ്പെടാനുള്ളത്. വ അൻതൽ മുസ്തആൻ, നീ മാത്രമാണ് സഹായം തേടപ്പെടുന്നവൻ. വ ബികൽ മുസ്തഗാസ്, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. ഇത് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾക്ക് നടുവിൽ പതറാതെ പിടിച്ചു നിൽക്കുവാൻ വിശ്വാസിക്ക് ഏത് കാലഘട്ടത്തിലും അവന്റെ തവക്കുലും ഈമാനും അവന് ഏറ്റവും വലിയ പ്രേരണയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിലെ 2, 3, 4 ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതിനോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. വമൻ യത്തഖില്ലാഹ്, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവനെ കഷ്ടപ്പെടുത്തൂല, അവൻ പ്രയാസപ്പെടൂല, അവന് ഏത് പ്രയാസങ്ങളിൽ നിന്നും ഒരു എക്സിറ്റ് അവൻ അല്ലാഹു നൽകും. വമൻ യതവക്കൽ അലല്ലാഹ്, അതേപോലെ തന്നെ അല്ലാഹുവിനെ ആര് തവക്കുലാക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹു മതിയായവനാണ്. വമൻ യത്തഖില്ലാഹ്, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യത്തിൽ അള്ളാഹു അവന് ഞെരുക്കത്തിന്റെ ശേഷം പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പത്തെ അള്ളാഹു അവന് പ്രയോജനം പ്രദാനം ചെയ്യും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരം ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ നന്നായി പരിശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവേ, നീ ദീനിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥനക്കാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എന്നെ വന്നു ഉപദേശിക്കൂ, എനിക്കൊരു നല്ല ഉപദേശം തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം എന്താണ്? ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പ്രഖ്യാപിക്കുക. സുമ്മസ്തഖിം, പിന്നെ അപ്പറഞ്ഞ വാചകത്തോട് കൂറു പുലർത്തിക്കൊണ്ട് നേരെ ചൊവ്വേ വക്രതയില്ലാതെ നീ ജീവിക്കാൻ തയ്യാറാവുക. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകുകയാണ്. നേർമാർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ ഇവിടെ പലരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും പതറാതെ നമുക്ക് മരണാനന്തരമുള്ള പരലോക വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സർവമേഖലകളിലും നമുക്ക് ഈ കരുതലാണ് വേണ്ടത്. വിശ്വാസരംഗത്ത് പിഴപ്പിക്കാൻ വരുന്നവരുണ്ടാകും, കർമ്മരംഗത്ത് പിഴപ്പിക്കാൻ വരുന്നവരുണ്ടാകും,
സാംസ്കാരിക രംഗത്ത് നമ്മെ അധർമ്മങ്ങളുടെ, അനീതിയുടെ, അശ്ലീലതകളുടെ, അധാർമികതകളുടെ, തോന്നിവാസങ്ങളുടെ, തെമ്മാടിത്തങ്ങളുടെ ചെളിക്കുണ്ടിലേക്ക് പിടിച്ചു വലിക്കുവാനുള്ള ആളുകളുണ്ടാകും. ആസ്വാദനങ്ങളുടെ പേര് പറഞ്ഞ് കലയുടെയും അതേപോലെയുള്ള സാഹിത്യത്തിന്റെയും മേമ്പൊടികൾ പറഞ്ഞുകൊണ്ട് ആ വിധത്തിൽ പട്ടിൽ പൊതിഞ്ഞ പാഷാണങ്ങളുമായി, വിഷങ്ങളുമായി കൊണ്ട് നമുക്ക് ചുറ്റും ഊരു ചുറ്റുന്ന, നമ്മെ തകർക്കുന്ന, നമ്മുടെ മക്കളെ തകർക്കുന്ന, സാംസ്കാരികമായി അവരെ അധപ്പതിപ്പിക്കുന്ന പൈശാചികതകൾ ധാരാളമായി വിളയാടുന്ന ഒരു ഘട്ടമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രംഗത്തും അതുണ്ടാകും. വിവാഹരംഗത്ത് അതുണ്ടാകും, നമ്മുടെ ബിസിനസ് മേഖലകളിൽ ഉണ്ടാകും, നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. എത്ര തന്നെ സ്വീകാര്യത ആഭാസങ്ങൾക്ക് ആളുകൾ കൽപ്പിച്ചാലും നമ്മളതിന് വില കൽപ്പിക്കരുത്. ഭൂരിപക്ഷം എപ്പോഴും തിന്മകളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. മാത്രമല്ല, തിന്മകൾക്കായിരിക്കും സമൂഹത്തിൽ മെജോറിറ്റി. അത് കണ്ടിട്ട് നിങ്ങൾ ആരും അതൊക്കെ നന്മയാണോ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ള സൂക്തം അതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്ദേശം. ഖുൽ, നബിയെ പറയൂ ജനങ്ങളോട്, ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു, ചീത്തയും നല്ലതും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ചീത്തയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, എവിടെ തിരിഞ്ഞു നോക്കിയാലും ചീത്തക്കാണല്ലോ മെജോറിറ്റി, ചീത്തയാണല്ലോ ഇവിടെ കൂടുതൽ. ഈ ചീത്തക്കിടയിൽ നമ്മൾ നന്മ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതാര് കേൾക്കാനാണ്? ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ പറഞ്ഞിട്ട് ഇനി പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അതൊക്കെ ഇനി നന്മയായി തന്നെ നിലനിന്നോട്ടെ എന്ന ധാരണയല്ല നിങ്ങൾക്ക് വേണ്ടത്. ചീത്തയുടെ ആധിക്യം കണ്ട് നിങ്ങൾ അത്ഭുത പരതന്ത്രരായാലും ഒരിക്കലും ചീത്ത ചീത്ത തന്നെയായി നിലനിൽക്കും, നന്മ നന്മ തന്നെയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓഫറാണ്. വിജയം എവിടെയാണുള്ളത്? അന്തിമമായ വിജയം എവിടെയാണുള്ളത്? താൽക്കാലിക വിജയമല്ല, അന്തിമമായ വിജയം എന്നും നന്മയുടെ കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തിന്മയുടെ പ്രണേതാക്കൾക്ക് താൽക്കാലികമായ വിജയവും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ അവർക്ക് തോന്നിയേക്കാം. പക്ഷേ അതൊക്കെ നീറ്റിലെ കുമിളകൾക്ക് സമാനമായിരിക്കും. അല്പായുസ്സേ അതിനൊക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ദിനേന ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിക്റുണ്ട്, റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല. നമ്മളൊക്കെ ദിവസവും പറയുന്ന ദിക്റാണ്. എന്താ അതിന്റെ അർത്ഥം? റദീതു ബില്ലാഹി റബ്ബ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയും റസൂലുമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് പറയുന്ന ഒരു മനുഷ്യന് പിന്നെ റബ്ബിന് തൃപ്തിയില്ലാത്ത, ഇസ്ലാമിന് നിരക്കാത്ത, മുസ്തഫ പഠിപ്പിച്ച ആദർശങ്ങൾക്ക് നിരക്കാത്ത ഏതെങ്കിലും ഒരു വിശ്വാസമോ സ്വഭാവമോ പെരുമാറ്റമോ പ്രവൃത്തിയോ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ സാധ്യമാകുമോ? സാധ്യമാവുകയില്ല. നമ്മൾ എന്താ ചൊല്ലുന്ന ദിക്റ് നമ്മളെങ്കിലും ഒന്ന് ഓർക്കണം, നമ്മളെങ്കിലും അതിന്റെ ആശയങ്ങൾ പഠിക്കണം. നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ ഒളിയ അജണ്ടകളുമായി ഇറങ്ങി തിരിച്ചവരെ നമ്മൾ കരുതിയിരിക്കുകയാണ് വേണ്ടത്. സർവ്വ സദാചാരങ്ങളുടെയും കബറിടങ്ങളായി മാറിയിരിക്കുന്നു ഇന്നത്തെ കലാലയങ്ങൾ. സർവ്വ സദാചാരങ്ങളെയും കുഴിച്ചു മൂടുന്ന ഇടങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്യാമ്പസുകൾ. ലജ്ജ എന്നുള്ളത് നശിച്ചു പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുഅ്മിനിന്റെ ഐഡന്റിറ്റി ലജ്ജയാണ്. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്. ഈമാനും ലജ്ജയും ഒരേപോലെ തന്നെ നിലനിൽക്കേണ്ടുന്നവയാണ്. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേതും തനിയെ പടിയിറങ്ങിപ്പോകും എന്നാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൺ പെൺ ഇടകലരുകളിൽ ഇന്ന് അട്ടിമറി നടന്നിരിക്കുകയാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസപ്പെടുത്തരുതെന്നാണ് പുതിയ പഠനങ്ങൾ. നമ്മുടെ മക്കൾ പഠിപ്പിക്കപ്പെടുന്ന കലാലയങ്ങളിൽ, അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ആണും പെണ്ണുമെന്നും ഇനി വ്യത്യാസവും വേർതിരിവും കാണരുതെന്നാണ്. ഇസ്ലാമിൽ എന്താ അങ്ങനെ വേർതിരിവുണ്ടോ?
അനീതിയുടെ ഒരു വേർതിരിവും ഇസ്ലാമിൽ ആണിനും പെണ്ണിനും തമ്മിൽ സങ്കല്പിച്ചിട്ടില്ല. ആണിനെയും പെണ്ണിനെയും അനീതിയോടുകൂടെ കാണുന്ന ഒരു നിയമവും ഇസ്ലാമിലില്ല. അതേ അവസരത്തിൽ മനുഷ്യന്റെ പ്രകൃതിയെ നന്നായി അറിയാവുന്ന, പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ള ആ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആണിനും പെണ്ണിനും ചില വ്യത്യാസങ്ങളുണ്ട്. അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഇടപാടുകൾ, അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഇടപെടലുകൾ. അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ആസ്വാദനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ അടുത്ത കാലത്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിൽ ഒരു ഡാൻസ് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയകൾ പൊരിഞ്ഞ ചർച്ചയിലാണ്. ലഹരി ഇല്ലാതെയാക്കുവാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് സൂംബ ഡാൻസ് കളിപ്പിക്കുന്ന തിരക്കിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ആ രൂപത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ ആ വിധത്തിലുള്ള പല പ്രഹസനങ്ങളുമാണത് എന്ന് സമൂഹത്തെ തെര്യപ്പെടുത്തി, തെളിവുകളുടെ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെര്യപ്പെടുത്തിയപ്പോൾ ചില ചാനലുകളിൽ വന്നുകൊണ്ട് ചിലരൊക്കെ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ്. ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമില്ല എന്നാണ് അവർക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് വളരെ നഗ്ന നൃത്തമാടുന്ന സാമ്പയായാലും സൂമ്പയായാലും കേവറയായാലും ഞങ്ങൾക്ക് ആസ്വദിക്കണമെന്നേയുള്ളൂ എന്ന ഒരൊറ്റ കാഴ്ചപ്പാടാണ് സമൂഹം ഇവിടെ വെച്ച് പുലർത്തുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ ചോറ് കൊടുത്ത് പാലൂട്ടി തേനൂട്ടി വളർത്തുന്നത് ആരാന്റെ കയ്യിലെ കളിപ്പാവകളായി അതപ്പതിക്കാനല്ല, ആരാന്റെ കയ്യിലെ സംസ്കാരങ്ങളുടെ ചേറ് തിന്നുന്ന മക്കളായി മാറുവാനല്ല, അധ്വാനിച്ച് ചോര നീരാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് മരണത്തിനുമപ്പുറം ചില പ്രതീക്ഷകളുണ്ട്. പരലോകത്തവർ നമുക്ക് ഉപകരിക്കണമെന്ന ബോധമുണ്ട്. അതിനുവേണ്ട പ്രാർത്ഥനയുണ്ട്. അതിനെയെല്ലാം അട്ടിമറിക്കുന്ന വിധത്തിൽ ആണും പെണ്ണുമൊന്നും ഇവിടെ വ്യത്യാസമായി കാണരുത്. എല്ലാവരും ഒരേ വേഷം ധരിക്കട്ടെ, ഒരേ ക്ലാസ് റൂമുകളിൽ ഒരേ ബെഞ്ചിൽ അടുത്തടുത്തവർ ഇടകലർന്നിരിക്കട്ടെ, ഒരേ ടോയ്ലറ്റുകളിൽ അവർ ഇഷ്ടമുള്ളതുപോലെ കയറട്ടെ, ആസ്വദിക്കട്ടെ. എന്തിനാണ് ഇവിടെ വേറെ ടോയ്ലറ്റുകൾ? ആണിനും പെണ്ണിനും വേറെ വേറെ ടോയ്ലറ്റുകളോ? വേണ്ട, ഒരൊറ്റ ടോയ്ലറ്റ് മതി. ഇഷ്ടമുള്ളവരൊക്കെ കയറി മേയട്ടെ. ഈ വിധത്തിലുള്ള കെട്ടിപ്പിടിക്കുന്ന ചുംബന രംഗങ്ങൾ പരസ്യമായി കലാലയ ക്യാമ്പസുകളിൽ പോസ്റ്റർ പതിക്കുമ്പോൾ മിണ്ടാൻ ധൈര്യമുള്ള ആളുകൾ ഇന്നില്ലാതെയായി മാറിയിരിക്കുന്നു. ആണും പെണ്ണും നഗ്നമേനിയോടുകൂടെ കെട്ടിപ്പുണർന്ന ചുംബനത്തിന്റെ രംഗങ്ങൾ പാർട്ടി വിദ്യാർത്ഥികളുടെ പേരും കൊടുത്തുകൊണ്ട് ബാനറുകൾ ക്യാമ്പസുകളിൽ തൂക്കുമ്പോൾ ഒരക്ഷരം ഉരിയാടുവാൻ പാടില്ലെന്ന കാട്ടാള നിയമം ഇവിടെ വന്നിരിക്കുന്നു. പട്ടിയും തമ്മിൽ ഇണചേരുന്ന ചിത്രങ്ങൾ പരസ്യമായി സ്കൂൾ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഏതെങ്കിലും അധ്യാപകൻ ഉരിയാടിയാൽ മാഷയെ ശമ്പളം വാങ്ങി വീട്ടിൽ പോയാൽ മതി, സദാചാര പോലീസ് ചമയണ്ട എന്ന് ഭീഷണി മുഴക്കുന്ന വിദ്യാർത്ഥി ലോകം വിരാജിക്കുന്ന തലങ്ങളായി മാറിയിരിക്കുന്നു നമ്മുടെ ക്യാമ്പസുകൾ. ഇതിനാണോ നമ്മൾ നമ്മുടെ മക്കളെ അങ്ങോട്ട് വിടുന്നത്? ഇതിനാണോ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത്? ഇതിനാണോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത്? ഉണരുന്ന ബോധമുള്ള വിവേകമുള്ള രക്ഷിതാക്കളോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഇതൊക്കെ കാണേണ്ടതുണ്ട്. നമ്മുടെ ഏത് ഡാൻസ് ആയാലും നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ച ആളുകൾ ഇവിടെ കേരളത്തിൽ നിയമമില്ലേ? നമ്മുടെ കലാലയങ്ങളിലെ ക്യാമ്പസുകളിൽ സിനിമാറ്റിക് ഡാൻസ് നിരോധിക്കണം എന്ന ചർച്ച വന്നില്ലേ? സിനിമാറ്റിക് ഡാൻസ് നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഉത്തരവ് വന്നില്ലേ? അത് കർശനമായി പാലിക്കണമെന്ന് മുസ്ലിം സംഘടനകൾ അല്ലാത്തവർ പോലും ആവശ്യപ്പെടുന്നില്ലേ? എന്താ കുഴപ്പം? എന്താ സിനിമാറ്റിക് ഡാൻസ് ആയ കുഴപ്പം? എന്താ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ എന്താ ഇവിടെ ആളില്ലാത്തത്? എന്തേ അങ്ങനെ ഒരു ഇരട്ടത്താപ്പ്? സിനിമാറ്റിക് ഡാൻസ് ആയാൽ തകരാറ്, സൂംബ ഡാൻസ് ആയാൽ തകരാറില്ല. ഇങ്ങനെയൊക്കെയുള്ള വിവേചനങ്ങൾ ആര് കൊണ്ടുവന്നു? നമ്മൾ ചിന്തിക്കണം. നമ്മൾ തിന്മയുടെ ഒപ്പം കൂടികളാവേണ്ടവരല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഏത് വേഷവും ധരിക്കാമെന്ന് ആണിനോട് പെണ്ണിനോട് പറഞ്ഞിട്ടില്ല. ആണിന് ആണിന്റെ മാന്യമായ വേഷമുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടേതായ മാന്യമായ വേഷമുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക വബനാതിക, താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും വനിസായിൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറഞ്ഞേക്കൂ,
യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രത്തിൽ അവർ മാർവിടങ്ങളിലേക്ക് അവരുടേതായ ജിൽബാബുകൾ അയഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് മറച്ച് അവരുടെ ശരീരത്തെ അവർ മറക്കട്ടെ. സദാചാര ബോധമുള്ള പെണ്ണാണത് എന്ന് അറിയപ്പെടാൻ വേണ്ടി ഈ വേഷമാണ് അവർക്ക് യോജിച്ചത്. മറ്റുള്ളവരുടെ കാമ കണ്ണുകളാലും ആർത്തി പൂണ്ട കരങ്ങളാലും ആ സ്ത്രീകൾ ദ്രോഹിക്കപ്പെടാതിരിക്കാനും പീഡിപ്പിക്കപ്പെടാതിരിക്കുവാനും ഈ നിയമമാണ് അവർ പാലിക്കേണ്ടതെന്ന് സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അതൊക്കെ ആർക്ക് വേണം? നിങ്ങളുടെ ഖുർആനിലും പുസ്തകത്തിലും അവിടെ വെച്ചാൽ മതി, അത് നിങ്ങളുടെ മമ്മദിനോട് പോയി പറഞ്ഞാൽ മതി എന്ന് നിരീശ്വര നിർമ്മതവാദത്തിന്റെയും അതേപോലെയുള്ള ലിബറൽ ചിന്താഗതിയുടെയും വക്താക്കൾ കൊരവയിടുമ്പോൾ രക്ഷിതാക്കളെ മനസ്സില്ലാതെ സമ്മതിച്ചു തരാനെന്ന് പറയാനുള്ള ആർജവം ഏതൊരു പൗരനും ഈ രാജ്യത്തുണ്ട്. ആ പൗര സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നാം മൗനികളായി മാറുവാനൊരിക്കലും പാടില്ല. നിയമത്തിന്റെ വഴിയിലൂടെ പോരാട്ടം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കയ്യാങ്കളിക്ക് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആർക്കും ഇവിടെ എന്തും ചെയ്യാം. പക്ഷേ അവരെ കൈ കൊണ്ട് നേരിടുകയോ ആയുധം കൊണ്ട് നേരിടുകയോ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇസ്ലാമിനില്ല. അതേ അവസരത്തിൽ ന്യായത്തിന്റെയും യുക്തിയുടെയും ഒരു വേള ജീവിക്കുന്ന രാജ്യം വകവച്ചിരുന്നിട്ടുള്ള പൗരസ്വാവകാശത്തിന്റെ പൗരസ്വാതന്ത്ര്യത്തിന്റെ ഭരണഘടനയുടെ നിയമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിന്റെ പാതയിൽ രക്ഷിതാക്കളെ മൗനികളാവാതെ നാം മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ആലോചിച്ചു നോക്കണം, എവിടെ എത്തി നമ്മുടെ കലാലയങ്ങൾ? നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ എന്തൊക്കെ ദിനങ്ങളായി ആചരിക്കുന്നത്? അധ്യാപക ദിനം, വിദ്യാർത്ഥി ദിനം, ഇതൊക്കെ മാത്രമാണോ? മാസ്റ്റർബേഷൻ ദിനം. എന്താ മാസ്റ്റർബേഷൻ ദിനം? സ്വന്തമായി തന്നെ അവൻ തന്റെ ദാഹം തീർക്കുന്ന പ്രവർത്തനം, അത് ആചരിക്കാൻ ഒരു ദിവസം. സ്ത്രീകൾ വളരെ സ്വകാര്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് ആർത്തവ താളുകൾ. സ്കൂളുകളിലും കോളേജുകളിലും ഇന്നെന്താ? ആർത്തവം ദിനാചരണമാണ്. ആർത്തവത്തിന്റെ ദിനങ്ങൾ. അവർ ധരിക്കുന്ന സ്വകാര്യ പാഡുകൾ പരസ്യമായി മതിലിന്മേൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് ആർത്തവത്തിന്റെ ദിനമാചരിക്കുന്ന ആളുകൾ. സ്ത്രീകളുടെ ലൈംഗികാവയവത്തിന്റെ അതേ രൂപത്തിലുള്ള കളർ ലൈറ്റ് ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള കവാടങ്ങൾ തീർത്ത് ആ കവാടത്തിനുള്ളിലൂടെ സമ്മേളനഗരിയിലേക്ക് ആളുകളെ നയിക്കുന്ന പൈശാചികത വിളയാടുന്ന കാലം. ഇത്രത്തോളം വൃത്തികെട്ട ഒരു കാലഘട്ടത്തിൽ ഏത് രൂപത്തിൽ ആരെയും ഒരു പുരുഷന് പ്രാപിക്കാം, ഏത് പെണ്ണിന്റെ കൂടെയും ജീവിക്കാം. വിവാഹമൊന്നും അതിന് ആവശ്യമില്ല എന്നാണ് ഇന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബം അതൊരു ഭാരമാണ്, വിവാഹമോ അത് ഉത്തരവാദിത്തമാണ്. എന്തിനാ അങ്ങനെ? ഇവിടെ പാറി നടക്കുന്ന പറവകൾ കല്യാണം കഴിക്കുന്നുണ്ടോ? അവർ കല്യാണം കഴിച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് ലിവിങ് ടുഗദർ, ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള കാലം ഒന്നിച്ച് താമസിക്കുക. ഒരു വിവാഹമൊന്നും വേണ്ട. ഇഷ്ടമില്ലേ തമ്മിൽ പിരിയുക, വീണ്ടും മറ്റവളെ തേടിപ്പോവുക, അവൾ മറ്റവനെ തേടിപ്പോവുക. ഇങ്ങനെയുള്ള ഒരു സ്വർഗരാജ്യത്തെ അത്രേ, അവരുടേതായ ഒരു സ്വർഗരാജ്യത്തെ അത്രേ ഇവരിവിടെ സ്വപ്നം കാണുന്നത്. ഇതിനെയൊക്കെ ആരെങ്കിലും എതിർത്താലോ അവനെ ഒരുപാട് പേരുകൾ ഇട്ട് ചാപ്പകുത്തും. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവൻ, 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള നിയമത്തിൽ നിന്ന് വണ്ടി കിട്ടാത്ത അപരിഷ്കൃതൻ. ഇതിനെയൊക്കെ എതിർക്കുന്നവർക്ക് ഇവിടെ ചാനലുകാർ കൊടുക്കുന്ന പേരാണ്. ചില ബുദ്ധിജീവി ചമയുന്ന ആളുകൾ അവർ നൽകുന്ന പേരാണ്. ചില മന്ത്രിമാര്, അവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരാണ് പോലും, അവര് നൽകുന്ന പേരുകളാണ്. അപരിഷ്കൃതരാണ്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണ്, തീവ്രവാദികളാണ്, താലിബാനിസ്റ്റുകളാണ്, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നവരാണ്. മാത്രമല്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ മാന്യമായി പ്രതികരിക്കുന്നവരെ കുറിച്ച് ഉന്നത വകുപ്പിലുള്ള ആളുകൾ പോലും പറഞ്ഞതെന്താണ്? ലഹരിയേക്കാൾ മാരകമായ കൊടും വിഷമാണ് ഈ തിന്മക്കെതിരിലുള്ള സംസാരക്കാർ ഇവിടെ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കണം. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇവിടെ തിന്മകൾ നന്മകളായി വാഴ്ത്തപ്പെടുകയാണ്, നന്മകൾ തിന്മകളായി വാഴ്ത്തപ്പെടുകയാണ്. നന്മ പ്രചരിപ്പിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുകയാണ്, തിന്മ പ്രചരിപ്പിക്കുന്നവർ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഈ സ്വഭാവം മാറണം. നിയമപരമായി അതിശക്തമായ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകണം. ഭീഷണികൾക്ക് മുമ്പിൽ പതറുന്നവരല്ല വിശ്വാസികൾ, അവർ തീച്ചൂളയിൽ വളർന്നവരാണ്. ലോകത്ത്
മതേതര ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭീഷണികൾ കൊണ്ട് ആരുടെയെങ്കിലും നാവടക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അന്നം മുടക്കുമെന്ന ഭീഷണികൾ, പിരിച്ചുവിടൽ ഭീഷണികൾ. എന്നിട്ടോ ഇവര് വലിയ ബുദ്ധിജീവികളുമാണ്. ലഹരിക്കെതിരെയാണ് സൂംബ ഡാൻസ് തുടങ്ങിയത്. മുട്ടിന് മുട്ടിന് ബാറ് തുറന്നിട്ടിട്ടുണ്ട്. എവിടെ നോക്കിയാലും വിദേശ മദ്യമടക്കമുള്ള, സ്വരാജ്യത്തുള്ള മദ്യമടക്കമുള്ളത് ഇഷ്ടം പോലെ കിട്ടുവാൻ മുട്ടിന് മുട്ടിന് ബാറുകൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പരാതിപ്പെടുകയാണെന്ത്? ഇവിടൊക്കെ ആൾക്കാർ കള്ളുടിക്കുകയാണ്, ഇവിടൊക്കെ ആൾക്കാർ ചാരായം മോന്താണ്, ഇവിടൊക്കെ ലഹരി വ്യാപിക്കുകയാണ്. പരിഹാരം എന്താ? സ്കൂൾ കുട്ടികൾ സൂംബ ഡാൻസ് കളിക്കുക. നല്ല ബുദ്ധിയാണിതൊക്കെ. വീടുകൾ മുഴുക്കെ മലർക്കെ തുറന്നിട്ടിട്ട് വരുത്തം പുറത്തു വയ്ക്കുകയാണ്. എന്നിട്ടോ കള്ളം വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് വീട്ടുകാരൻ പറയണെന്ത്? എന്താ ഇനി ചെയ്യാ? കള്ളം കയറിഞ്ഞതിന് എന്താ കാരണം? ഇതിനെന്താ പരിഹാരം? ഇതേപോലെ തലമുകഞ്ഞ് ആലോചിക്കുന്ന വിഡ്ഢികളുടെ ലോകത്തല്ലേ ലഹരി മാറുവാൻ വേണ്ടി ആ ലഹരിയിലേക്കുള്ള കൂട്ടിക്കൊടുപ്പായ ഇത്തരത്തിലുള്ള ഡാൻസുകളെ പ്രോത്സാഹിപ്പിക്കൽ എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ താലിബാനിസ്റ്റെന്നോ അവനെ തീവ്രവാദി എന്നോ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനും അവരവരുടെ സംസ്കാരങ്ങൾ ഉറക്കെ പറയുവാനും പൗരസ്വാതന്ത്ര്യമുള്ള മണ്ണാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ ഒന്നും മിണ്ടാൻ പാടില്ല. രാജാവ് പറഞ്ഞതാണ് കേട്ടോളണം എന്നുള്ളത്. അത് ഈ രാജ്യത്ത് നടപ്പില്ല. ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു ഭരണഘടന അൽഹംദുലില്ലാ അതിന് അനുകൂലമാണ്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. അതെന്തെങ്കിലും നടന്നോട്ടെ, അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, അവിടെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഒന്നിലേക്കുമില്ലേ എന്നാ ഒന്നും അറിഞ്ഞില്ല എന്ന ഒട്ടകപ്പക്ഷിയുടെ നയമുണ്ടല്ലോ. പരലോകത്ത് രക്ഷപ്പെടുകയില്ല. നമുക്കൊക്കെ കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യ ബോധത്തോടുകൂടെ മുന്നോട്ട് പോകണേ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വക്താക്കളായി ജീവിച്ച് മരിക്കുവാനും തിന്മക്കെതിരെ പോരാടുവാനുമുള്ള ആർജവം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾക്ക് എപ്പോഴും അവരുടെ ഈമാനികമായ കൃത്യമായ നിലപാടുകൾ വേണം എന്ന്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തി പറയപ്പെട്ടിട്ടുള്ള സഹീഹായ റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ ഒപ്പം കൂടികളാവരുത്. വിശ്വാസികളോട് പറയാണ്. എന്താ ഒപ്പം കൂടികളുടെ സ്വഭാവം? ഇന്നഹ്സനന്നാസു അഹ്സന്ന, ജനങ്ങളൊക്കെ നന്മകൾ ചെയ്യുമ്പോൾ ഞാനും നന്മ ചെയ്യും. അവരൊക്കെ തിന്മയുടെ പക്ഷത്താണോ എങ്കിൽ അസഅന, ഞാനും ആ പക്ഷത്ത് നിലയുറപ്പിക്കും. അങ്ങനെ നിങ്ങൾ പറയുന്ന ആളുകളാവരുത്. വലാകിൻ വഖ്തിനൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ സുദൃഢമായി നിങ്ങൾ ഒരു നിലപാടിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ. എന്താണ് ആ നിലപാട്? നിങ്ങൾക്കുണ്ടാകേണ്ട നിലപാട് എന്താണ്? ഇന്നഹ്സനൂ അൻ തുഹ്സിനൂ, ജനങ്ങൾ നന്മ ചെയ്യുന്നുണ്ടോ ഞങ്ങളും സഹകരിക്കും. വൈനസാവൂ, അവര് തിന്മയിലേക്കാണോ പോകുന്നതെങ്കിൽ അല്ലാ തദ്ലിമൂ, ഞങ്ങൾ അതിന് കിട്ടില്ല, ഞങ്ങൾ തിന്മയോടൊപ്പം ചേരില്ല, ഞങ്ങൾ അക്രമത്തിന്റെ പക്ഷത്തുണ്ടാവില്ല, ഞങ്ങൾ അനീതിയുടെ പക്ഷത്തുണ്ടാവില്ല എന്ന നിലപാടാണ് നമുക്കുണ്ടാവേണ്ടത്. ആ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തു തന്നെ ഭീഷണികൾ വന്നാലും പതറാതിരിക്കാനുള്ള ആർജവം നമുക്ക് പകർന്നു തരുന്ന ആശൂറയുടെ മാസത്തിലാണ് നമ്മളുള്ളത്. ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10 ദിനത്തിനാണ് ആശൂറ എന്ന് പറയുന്നത്. ആശൂറ എന്ന് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തിന്റെ പേരില? മഹാനായ മൂസ നബി അലൈഹിസ്സലാം എന്ന സത്യത്തിന്റെ വാദി, നന്മയുടെ പ്രചാരകൻ, തൗഹീദിന്റെ പ്രബോധകൻ,
ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിയായ ഭരണാധികാരിയുടെ തിട്ടൂരങ്ങൾക്ക് പഞ്ചപുച്ഛമടക്കി അദ്ദേഹത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് നിന്നില്ല. തിന്മക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചു എന്നതിന്റെ പേരിൽ എല്ലാവിധത്തിലുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ആ ഏകാധിപതിയായ ഭരണാധികാരിക്കെതിരെ പോരാടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം മൂസാ നബി അലൈഹിസ്സലാം എന്ന നന്മയുടെ പ്രചാരകന്, പ്രവാചകന് ഫറോവയുടേതായ കിരാതമായ പീഡനങ്ങളിൽ നിന്ന്, അവന്റെ അനീതികളിൽ നിന്ന്, ഭീഷണികളിൽ നിന്ന് വിജയം നൽകിയ നാളിന്റെ ഓർമ്മയാണ് നമ്മൾ മുഹറം 10 നോമ്പെടുക്കുന്നത്. വെറുതെ അല്ല. ചില ആളുകൾ വിചാരിച്ചു മുഹറം 10 നോമ്പ് എന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കാനാണ് മുഹറം 10 നോമ്പ്. ഒരിക്കലും അല്ല. നമ്മൾ നോമ്പെടുക്കുന്നത് അതിന്റെ പേരിലല്ല. ഇവിടെ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ പേരിൽ, വധിക്കപ്പെട്ടതിന്റെ പേരിൽ, എത്ര മഹാന്മാരാണെങ്കിലും അതിന്റെ പേരിൽ ഒരു ദിനാചരണമോ ദുഃഖാചരണമോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഏറെ വിജയത്തിന്റെ ചരിത്രമുള്ള മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തിന്റെ ഓർമ്മയിൽ നമ്മൾ നിൽക്കുമ്പോ തിന്മക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ അള്ളാഹു നന്മയുടെ ആളുകൾക്ക് വിജയം കൊടുത്ത ചരിത്രമാണ് നമ്മുടെ മുഹറം 10 ആശൂറ എങ്കിൽ ഏത് തിന്മകളുടെയും ഒപ്പം കൂടികളാവാൻ എന്നെ കിട്ടില്ല എന്നും, തിന്മകളെ ഞങ്ങൾ തിന്മകളായി കാണുമെന്നും, ആ തിന്മക്കെതിരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കും എന്ന തീരുമാനമെടുക്കുവാൻ ഈ ആശൂറയുടെ വ്രതാനുഷ്ഠാന നാളും നമുക്ക് കരുത്തേകണം, ഊർജമാകണം. മഹാന്മാരായ പ്രവാചകന്മാർ ആ ചരിത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് മുഹറം 9 നോമ്പെടുക്കുക, 10 നോമ്പെടുക്കുക. വലിയ പുണ്യമുണ്ട്. മുഹറം 10 നോമ്പിനെ സംബന്ധിച്ച് മുസ്തഫ ചോദിക്കപ്പെട്ടു. ആശൂറ നാളിലെ വ്രതത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണത്. ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങൾ നമ്മളിൽ നിന്ന് വന്നുപോയതിനെ പൊറുപ്പിക്കുന്ന മഹത്വമുള്ള നോമ്പാണ് 10 നോമ്പ്. അത് അള്ളാന്റെ റസൂൽ അനുഷ്ഠിച്ചിട്ടുമുണ്ട്. 9 നോമ്പ് കൂടി നോൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വരും കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9 കൂടി അനുഷ്ഠിക്കും. പക്ഷേ ആ വർഷം മുത്ത് മുസ്തഫ ജീവിച്ചിരിപ്പുണ്ടായില്ല. അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു, വഫാത്തായി. അവിടുത്തെ പ്രവൃത്തി സുന്നത്തായതുപോലെ അവിടുത്തെ വാക്കും ആഗ്രഹവും സുന്നത്താണ്. അതുകൊണ്ട് 9 നോമ്പെടുക്കൽ പുണ്യകരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കൃത്യമായ നിലക്കുള്ള ഈമാനികമായ ആർജവം നമുക്കെല്ലാവർക്കും നൽകുകയും പതറിപ്പോകാത്ത ഈമാനും സ്ഥിരമായി നിലനിൽക്കുന്ന ആ നിലക്കുള്ള ഇസ്ലാമികമായ ബോധവും നമുക്കും നമ്മുടെ മക്കൾക്കുമെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറാതെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ അവർ നമ്മുടെ സമ്പാദ്യങ്ങളാണ്. അതിനെ മറ്റുള്ളവർ കൊത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കരുത്. റഹ്മാനായ റബ്ബ് അവർക്ക് എപ്രകാരമാണോ വിശ്വാസവും കർമ്മവും തർബിയത്തും നൽകാൻ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ അവരെ പറഞ്ഞയച്ച് അവർക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് പൈശാചികതയിൽ നിന്ന് നമ്മെയും അവരെയും കാത്തുരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിൽ ശ്രദ്ധിക്കാതെയായാൽ മരണനേരത്ത് പൊട്ടിക്കരയേണ്ടി വരും, ഖബറിൽ അട്ടഹസിക്കേണ്ടി വരും, പരലോക കോടതിയിൽ അട്ടഹസിക്കേണ്ടി വരും. പക്ഷേ ആ അട്ടഹാസങ്ങൾക്കും ആ വിലാപങ്ങൾക്കുമൊന്നും ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത സമയങ്ങളായിരിക്കും. അത് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രയോജനമുള്ള ഈ സമയത്താണ് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, മറ്റെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതവസരത്തിലും ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആർജവവും ഈമാനികമായ തവക്കുലും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار.
ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.